ഹായ് ഓൾ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റേഡിയസ് ഓഫ് ഗൈറേഷൻ, പെർപെൻഡിക്കുലർ ആൻഡ് പാരലൽ ആക്സിസ് തിയറം എന്നിവയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ഏരിയ അല്ലെങ്കിൽ സെക്കൻഡ് മൊമെൻ്റ് ഓഫ് ഏരിയ എന്ന് പറഞ്ഞൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ട് ഈ വീഡിയോ കാണുക. എന്നാലേ കൺസെപ്റ്റ് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്താണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കൊന്ന് റീകോൾ ചെയ്യാം. സെക്കൻഡ് മൊമെൻ്റ് ഓഫ് ഏരിയ അല്ലെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ഏരിയ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു എലമെൻ്റൽ ഏരിയ ഡി എ റെഫറൻസ് ആക്സിസ് എ ബിന്ന് 6 ഡിസ്റ്റൻസ് മാറിയായിരിക്കുന്നതെങ്കിൽ അവിടുത്തെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? r² × ഡി എ ആയിരിക്കും. അതായത് r എന്ന് പറഞ്ഞാൽ എത്രയാണ്? എലമെൻ്റൽ ഏരിയ തൊട്ട് റെഫറൻസ് ആക്സിസ് തൊട്ട് എലമെൻ്റൽ ഏരിയ വരെ ഡിസ്റ്റൻസ് ആണ് 6. അങ്ങനെയാണെങ്കിൽ r² ഡി എന്ന് പറയുന്ന ടേമാണ് ആ ചെറിയ എലമെൻ്റൽ ഏരിയയുടെ ഏരിയ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കിട്ടുന്നത്. അതിൻ്റെ സം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഏരിയ നമുക്ക് കിട്ടും. ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു റെഫറൻസ് ആക്സിസ് കിട്ടും. അപ്പോൾ ഈ കൺസെപ്റ്റാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. റേഡിയസ് ഓഫ് ഗൈറേഷനും പെർപെൻഡിക്കുലർ ആൻഡ് പാരലൽ ആക്സിസ് തിയറത്തിൽ യൂസ് ചെയ്യുന്നത് റേഡിയസ് ഓഫ് ഗൈറേഷൻ. അപ്പം അത് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ എലമെൻ്റൽ ഏരിയ ഒരു ഏരിയ കൺസിഡർ ചെയ്യുക. എ എന്ന് പറഞ്ഞൊരു ഏരിയ കൺസിഡർ ചെയ്യുക. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു താഴത്തെ XY പ്ലെയിൻ കണ്ടു. വിത്ത് റെസ്പെക്ട് ടു XY പ്ലെയിൻ എയ്ക്ക് ഒരു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഐ ഉണ്ട്. അപ്പം അതങ്ങ് മനസ്സിലാക്കി വെക്കുക. അതായത് എ എന്ന് പറഞ്ഞ ഏരിയ വിത്ത് റെസ്പെക്ട് ടു XY പ്ലെയിൻ ഐ ഒരു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഐ എന്ന് പറഞ്ഞ ഏരിയയ്ക്ക് ഉണ്ടെന്ന്. അപ്പോൾ നമ്മളിനി ഈ ഏരിയ നമ്മൾ ഒരു തിൻ സ്ട്രിപ്പായിട്ട് കംപ്രസ് ചെയ്തു. അതായത് ഇടിച്ചു വരുത്തി ഒരു തിൻ സ്ട്രിപ്പാക്കി. എന്നിട്ട് വിത്ത് റെസ്പെക്ട് ടു XY പ്ലെയിൻ നമ്മൾ ഈ പൊസിഷൻ മാറ്റി നോക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ വന്ന് കഴിയുമ്പോഴേക്കും എന്താ ആദ്യത്തെ സെയിം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് കിട്ടും. അതായത് ആദ്യം ഈ കേസിൽ ഒരു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഐ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പം ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് സെയിം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കിട്ടും. ആ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഇനി വായിച്ചു നോക്കി. ലെറ്റ് us assume this area is compressed to a thin strip to have the same moment of inertia I with respect to the same reference axis xy. The strip should be placed at a distance k from xy such that I equal to k². അതായത് k എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിൽ ആദ്യത്തെ കേസിലെ രണ്ടാമത്തെ കേസിലെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ സെയിം ആയിരിക്കുന്നു. അങ്ങനെയാണ് k equal to √I/a. അതായത് I equal to k² എന്നറിയില്ല. കാരണം നമുക്കറിയില്ല മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ഏരിയ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് മൊമെൻ്റ് ഓഫ് ഏരിയ ആണ്. അതെന്ന് പറഞ്ഞ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ ആണ്. അതായത് ഡിസ്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു എലമെൻ്റൽ ഏരിയയും റെഫറൻസ് ആക്സിസിൻ്റെ ഡിസ്റ്റൻസ് ആണ്. അതിൻ്റെ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ k² കിട്ടും I/a, k കിട്ടും √I/a. അതാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം? ഇത് ആദ്യം വായിച്ച് കഴിയുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വരുന്നതിലേക്ക് കുറച്ചുകൂടെ മനസ്സിലാവുന്നത്. അത് വായിച്ചുകൂടാം. ഇഫ് IHS and IYY are the moment of inertia of an area about mutually perpendicular axis XS and YY in the plane of the area, then the moment of inertia of the area about the ZZ axis which is perpendicular to XS axis and YY axis and passing through the point of intersection of XS and YY axis is given by IZZ equal to IHS plus IYY. ഈ ബോഡി കൺസിഡർ ചെയ്യുക. ഇത് X ആക്സിസും Y ആക്സിസും ഉണ്ട്. അത് ഡോട്ട് ലൈനാണ് Z ആക്സിസ്. അപ്പോൾ നമുക്ക് കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു ലാമിനെ നമ്മൾ കൺസിഡർ ചെയ്യുക. പി നമ്മൾ ഒരു എലമെൻ്റൽ ഏരിയ ഡി എ ആണ്. ഈ പിയിലെ ഒരു എലമെൻ്റൽ ഏരിയ ഡി എ ഉണ്ട്. ഈ ഡി എ എവിടെയാണ് നിൽക്കുന്നത്? ഈ OY എന്ന് പറയുന്നതാണ് Y ആക്സിസ്. ഈ OY എന്ന് പറയുന്ന Y ആക്സിസിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് മാറിയാണ് പി നിൽക്കുന്നത്. മനസ്സിലായല്ലോ? OY എന്ന് പറയുന്ന Y ആക്സിസിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് OY എന്ന് പറയുന്ന Y ആക്സിസിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് മാറി പി നിൽക്കും. അതുപോലെ തന്നെ OX എന്ന് പറയുന്നതാണ് എക്സ് ആക്സിസ്. OX നിന്ന് Y ഡിസ്റ്റൻസ് മാറി പി നിൽപ്പുണ്ട്. അതായത് എക്സ് ആക്സിസിൽ നിന്ന് Y ഡിസ്റ്റൻസ് മാറിയും Y ആക്സിസിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് മാറിയും. നമ്മളിവിടെ എക്സ് എടുക്കാൻ കാരണം ഇത് എക്സ് ആക്സിസിൻ്റെ പാരലാണ് ഈ എക്സ് എന്ന് പറയുന്നത്. Y ആക്സിസിൻ്റെ പാരലാണ് ഈ Y എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ? അതായത് Y ആക്സിസിന് എക്സ് ഡിസ്റ്റൻസ് മാറിയും എക്സ് ആക്സിസിന് Y ഡിസ്റ്റൻസ് മാറിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ വേറൊരു ആക്സിസ് കൺസിഡർ ചെയ്യുകയാണ് Z ആക്സിസ്. ഈ Z ആക്സിസ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ എക്സ് ആക്സിസും Y ആക്സിസും കൂട്ടിമുട്ടുന്ന പോയിന്റ്, അതായത് അതിൻ്റെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിൽ കൂടെ പോവുകയും ചെയ്യണം. അതുപോലെ തന്നെ എക്സ് ആക്സിസിനും Y ആക്സിസിനും പെർപെൻഡിക്കുലർ ആയിരിക്കണം. അതായത് ZOY എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആയിരിക്കും, ZOX എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഈ രണ്ട് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുകയും ചെയ്യണം. അതുപോലെ ഇതിൻ്റെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിൽ കൂടെ പോവുകയും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം പറയുന്നത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു Z ആക്സിസ് ഈക്വൽ ടു മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു X ആക്സിസ് പ്ലസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു Y ആക്സിസ് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ പ്രൂവ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ ഫിഗറിന് ഇങ്ങനെ എഴുതാം. ഇതായത് OY എന്ന് പറയുന്നത് Y ആക്സിസും OX എന്ന് പറയുന്നത് X ആക്സിസും ആയിരിക്കും. അപ്പം Y ആക്സിസിൽ നിന്ന്
എക്സ് ഡിസ്റ്റൻസ് മാറിയാണല്ലോ ഈ എലമെന്റൽ ഏരിയ ഡി നിൽക്കുന്നത്. വൈ ആക്സിസിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് മാറി എലമെന്റ് ഏരിയ ഡി നിൽക്കുന്നു. അതുപോലെ തന്നെ എക്സ് ആക്സിസിൽ നിന്ന്, ഇതാണ് താഴെ എക്സ് ആക്സിസിൽ നിന്ന് വൈ ഡിസ്റ്റൻസ് മാറി ഡി എ നിൽക്കുന്നു. പിന്നെ ഈ ഫിഗർ നോക്കിക്കേ, നമുക്കറിയാം ഇസഡ് ആക്സിസ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനുകളാണ് പോകുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ അവിടുന്ന് നമുക്ക് എലമെന്റൽ ഏരിയയിലോട്ട് ആർ ഡിസ്റ്റൻസ് വരച്ചേ, അതായത് ഇസഡ് ആക്സിസ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിൽ നിന്നാണ് പോകുന്നതെന്ന് അറിയാം. അപ്പം ഇസഡ് ആക്സിസിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് മാറിയാണ് പി നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇസഡ് ആക്സിസ് ഒറിജിനിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് മാറിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇസഡ് ആക്സിസ് നമ്മുടെ നേരെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാമെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ 90 ഡിഗ്രി ആയിട്ട് നിൽക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പൈതഗോറസ് തിയറം കൺസെപ്റ്റ് നോക്കിയത്. മുകളിലത്തെ എക്സ് ആക്സിനെ നമ്മൾ താഴോട്ട് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ എക്സ് എന്ന് പറഞ്ഞു കിട്ടും. ഈ എക്സ് താഴോട്ട് പ്രൊജക്റ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും എന്ത് കിട്ടും? താഴെ എക്സ് കിട്ടും. അതുപോലെ തന്നെ വൈ ആക്സിസിൽ നിന്ന് എക്സ് ആക്സിസിന് വൈ ഡിസ്റ്റൻസ് മാറുമ്പോൾ ഇവിടെ വൈയും കിട്ടും. അപ്പോൾ ഇത്ര ഡിസ്റ്റൻസ് ആറാന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഫുൾ ഒരു ട്രയാങ്കിൾ ആവുമല്ലോ. അങ്ങനെയാണ് നമുക്ക് ആർ സ്ക്വയർ കിട്ടും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞു എഴുതാനോ. ഈ കൺസെപ്റ്റ് അവിടെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ ഇനി പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഐ എക്സ് എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡി എ ഇൻറ്റു എത്ര ഡിസ്റ്റൻസ്, എക്സ് ആക്സിസിന് എത്ര ഡിസ്റ്റൻസ്, വൈ ഡിസ്റ്റൻസ് അല്ലേ. അപ്പോൾ ഡി എ ഇൻറ്റു വൈ സ്ക്വയർ ആണ് ഐ എച്ച് എസ്. അതുപോലെ തന്നെ ഐ വൈ എന്ന് പറഞ്ഞാൽ എക്സ് ഡിസ്റ്റൻസ് മാറിയില്ലേ, അപ്പം ഡി എ ഇൻറ്റു എക്സ് സ്ക്വയർ. അതുപോലെ തന്നെ ഐ ഇസഡ് ഇസഡ് എന്ന് പറഞ്ഞാൽ ഡി എ ഇൻറ്റു ആർ ഡിസ്റ്റൻസ് മാറിയില്ലേ, ഡി എ ഇൻറ്റു ആർ സ്ക്വയർ. അപ്പോൾ നമുക്ക് ഐ ഇസഡ് ഇസഡ് എന്ന് പറയുന്നത്, ഇസഡ് ഇസഡ് എന്ന് പറയുന്നത് ഒന്നുമില്ല, ആക്സിസ് ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒ ഇസഡ് എന്ന് പറയുന്ന ആക്സിസ് തന്നെയാണ് ഇസഡ് ഇസഡ് എന്ന് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡി എ ഇൻറ്റു ആർ സ്ക്വയർ എന്ന് പറയുന്നത് ഡി എ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. കാരണം ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്തു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ആണ്. അപ്പോൾ ഇതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഡി എ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് ഡി എ ഇൻറ്റു വൈ സ്ക്വയർ എന്ന് പറഞ്ഞു കിട്ടും. ഈ ഡി എ ഇൻറ്റു എക്സ് സ്ക്വയർ എന്താണ്? ഐ വൈ ദേ ഇവിടെ നമുക്കറിയാലോ. അതിൽ ഡി എ ഇൻറ്റു വൈ സ്ക്വയർ എന്താണ്? ഐ എക്സ് എസ്. ഇത്രയേ ഉള്ളൂ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. പിന്നെ ഈ ഐ എക്സ് എസിനെ ഐ വൈ വൈ നമ്മൾ വിളിക്കുന്ന പേരാണ് റെക്ടാങ്കുലർ മൊമെന്റ് ഓഫ് ഇനർഷ്യ. എന്താണ്? റെക്ടാങ്കുലർ മൊമെന്റ് ഓഫ് ഇനർഷ്യ. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കിട്ടുന്നതാണ് ഐ എക്സ് എസ് എന്ന് അറിയാലോ. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ. അത് എബൌട്ട് പോൾ അല്ലേ, മൊമെന്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് പോൾ ആണ്. അപ്പോൾ അതാണ് പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ. അതായത് ഐ എക്സ് എസും ഐ വൈ വിയും വിളിക്കുന്ന പേര് റെക്ടാങ്കുലർ മൊമെന്റ് ഓഫ് ഇനർഷ്യയും ഐ ഇസഡ് ഇസഡിനെ വിളിക്കുന്ന പേരാണ് പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ. അതിന് നമ്മൾ ജെ എന്ന് പറഞ്ഞ് വിളിക്കുകയും ചെയ്യും. പാരലൽ ആക്സിസ് തിയറം അതൊരു ട്രാൻസ്ഫർ തിയറമാണ്. നമുക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് ഒരു ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്ക് അറിയാമെങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്ത് വേറൊരു ആക്സിസിനെ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഈ ഫിഗർ കണ്ടോ, സെൻട്രോയിഡ് കൂടെ പാസ് ചെയ്യുന്ന ആ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ അത് വെച്ച് നമുക്ക് ഐ എ ബി എന്ന് പറഞ്ഞ ഐ എ ബി വിത്ത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു എ ബി, ആ ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് ഈ പാരലൽ ആക്സിസ് തിയറം വെച്ച് പറയുന്നത്. ദീസ് ടു ആക്സിസ് ഷുഡ് ബി പാരലൽ. അതായത് ഈ ഐ ജിയും ഐ എ ബിയും പോകുന്നത്, അതായത് ഇസഡും എ ബിയും പാരലാണല്ലോ. ആൻഡ് വൺ ഓഫ് ദി ആക്സിസ് മസ്റ്റ് ബി എ സെൻട്രോയിഡ് ആക്സിസ്. ഈ ഐ ജി പോകുന്നത് ഇസഡ് ആക്സിസ് സെൻട്രോയിഡിൽ കൂടെ ആണല്ലോ പാസ് ചെയ്യുന്നത്. സി എന്ന് പറയുന്നത് സെൻട്രോയിഡ് ആണ് കേട്ടോ. അപ്പോൾ ഈ സെൻട്രോയിഡ് കൂടെ പാസ് ചെയ്ത് പോകുന്നത്, അതായത് ഇസഡ് എന്ന് പറയുന്നത് സെൻട്രോയിഡ് ആക്സിസ് ആയിരിക്കും. It states that if the moment of inertia of a plane area about an axis through its center of gravity is denoted by Ig, then moment of inertia of the area about any another axis AB parallel to the first and at a distance h from the center of gravity is given by, അതായത് ഐജിക്ക് പാരലായിട്ട് ഐ എ ബി, അതായത് ഇസഡ് ആക്സിസിന് പാരലായിട്ട് എ ബി. അങ്ങനെയാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു സെൻട്രോയിഡ് മൊമെന്റ് ഓഫ് ഇനർഷ്യ വിത്ത് റെസ്പെക്ട് ടു എ ബി. അതായത് ഇതിന് രണ്ടിനും ഡിഫറൻസ്, ഇതിന് എത്ര ഡിസ്റ്റൻസിലാണ് ഇവർ നിൽക്കുന്നത്? എച്ച് ഡിസ്റ്റൻസിൽ. അങ്ങനെയാണ് ഐ എ ബി എന്ന് പറയുന്നത് ഐ ജി പ്ലസ് ഏരിയ ഇൻറ്റു എച്ച് സ്ക്വയർ ആയിരിക്കുന്നത്. അതായത് ഐ എ ബിക്ക് ഐ ജി പ്ലസ് എ എച്ച് സ്ക്വയർ. അത് നമുക്ക് പ്രൂവ് ചെയ്യാം. ഇവിടെ ഒരു ചെറിയ സ്ട്രിപ്പ് നമ്മൾ കൺസിഡർ ചെയ്ത്, ആ പച്ചയാണ് ചെറിയ സ്ട്രിപ്പ്. ആ പച്ച അപ്പം ഏതാ? എ ബി എന്ന് പറയുന്ന ആക്സിസിന് എത്ര ഡിസ്റ്റൻസ് മാറിയാ? സെൻട്രോഡ് വരെ എച്ച് ഡിസ്റ്റൻസ് മാറിയും സെൻട്രോഡിൽ നിന്ന് മുകളിലോട്ട് വൈ, അപ്പം വൈ ഡിസ്റ്റൻസുമാണ്. അപ്പം ഈ പച്ച എന്ന് പറയുന്നത് എ ബിന്ന് എച്ച് പ്ലസ് വൈ ഡിസ്റ്റൻസ് ആണ്. മനസ്സിലായതോ? പിന്നെ നമുക്കറിയാം മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ സെക്ഷൻ എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദി സെക്ഷൻ ഈക്വൽ ടു ഡെൽറ്റ എ ഇൻറ്റു വൈ സ്ക്വയർ. അതായത് ഈ ജിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയായിരിക്കും? ഈ ഡി എ വിത്ത് റെസ്പെക്ട് ടു ജി എന്നോ, അതായത് നമുക്കറിയാലോ മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ കൺസെപ്റ്റ് എന്താ? ഡി എ ബിന്ന് ആർ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ഐ എ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? ആർ സ്ക്വയർ ഡി എ. അപ്പം ഈ ഡി എന്ന് പറയുന്ന ഗ്രീൻ സ്ട്രിപ്പ് ജിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയാ? വൈ ഡിസ്റ്റൻസ്. അപ്പം ഡി എ ഡെൽറ്റ എ ഇൻറ്റു വൈ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഐ ജി ആണെന്ന് നമുക്ക് കിട്ടും. അതായത് ഈ ചെറിയ സ്ട്രിപ്പിൻ്റെ ഏരിയ എത്രയാ? ചെറിയ സ്ട്രിപ്പ് ഡെൽറ്റ എ എത്രയാ? സെൻട്രോഡിൽ നിന്ന് വൈ ഡിസ്റ്റൻസ് മാറിയത്, അതാണ് ഐ ജി എന്ന് പറയുന്നത്. അപ്പോൾ ഐ ജി എന്ന് പറയുന്നത് ഡെൽറ്റ എ ഇൻറ്റു വൈ സ്ക്വയർ ആണെന്ന് കിട്ടി. അപ്പോൾ ചെറിയ സെക്ഷൻ്റെ ആണ് ഡെൽറ്റ എ ഇൻറ്റു വൈ സ്ക്വയർ. അപ്പോൾ അതിൻ്റെ സമ്മേഷൻ ചെയ്യുമ്പോൾ എന്താ? ഹോൾ സെക്ഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഐ ജി എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി ഹോൾ സെക്ഷൻ
എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഐ ജി എന്ന് പറയുന്നത് ഡെൽറ്റ ഇൻറ്റു വൈ സ്ക്വയർ ആണ്, നമുക്ക് മനസ്സിലായി. ഇനി മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി സെക്ഷൻ എബൌട്ട് ആൻ ആക്സിസ് എ ബി, ഈ ചെറിയ പച്ച കളർ സെക്ഷനിലെ ഗ്രീൻ സെക്ഷൻ വിത്ത് റെസ്പെക്ട് ടു എ ബി എന്ന് പറയുന്നത് ഡെൽറ്റ എ ഇൻറ്റു വൈ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ ചെയ്യും. അതായത് വൈ പ്ലസ് എച്ച് എന്ന് പറയുന്നതായിരിക്കും ഡിസ്റ്റൻസ്, കാരണം എച്ച് ഡിസ്റ്റൻസ് സെൻട്രോളി വരെയും സെൻട്രോളിൽ നിന്ന് വൈ ഡിസ്റ്റൻസുമാണ്. അപ്പോൾ ഐ എ ബി ടു ഡെൽറ്റ ഇൻറ്റു എച്ച് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ, അതിനെ എക്സ്പാൻഡ് ചെയ്യുക പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ച് എച്ച് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2h5. അപ്പം സിഗ്മ ഡെൽറ്റ എ ഇൻറ്റു എച്ച് സ്ക്വയറിനെ സിഗ്മ എച്ച് സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ എ പ്ലസ് സിഗ്മ വൈ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ എ പ്ലസ് സിഗ്മ 2hy ഡെൽറ്റ എന്ന് നമ്മൾ എഴുതി. ഈ സിഗ്മ എച്ച് സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ എന്നതാ സിഗ്മ എച്ച് സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എച്ച് സ്ക്വയർ വരുന്നത് സിഗ്മ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ സെക്ഷൻ ആഡ് ചെയ്ത് ഹോൾ സെക്ഷനായി. അപ്പം അത് ഹോൾ സെക്ഷൻ്റെ ഏരിയ എ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഏരിയ ഹോൾ സെക്ഷനെയാണ് എ. അതാണ് സിഗ്മ വൈ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ എന്നതാ സിഗ്മ വൈ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ നമ്മൾ നേരത്തെ ഇപ്പം മുമ്പേ പറഞ്ഞതുള്ളൂ ഐ ജി ആണ്. അപ്പം അങ്ങനെ എഴുതി. ഇനിയുള്ളത് 2h ഡെൽറ്റ എ. ഈ സിഗ്മ 2h ഡെൽറ്റ എ നമുക്ക് സിഗ്മ ഡെൽറ്റ എന്ന് പറയാം. അപ്പം ഒരു കാര്യമുണ്ട്, ഈ തിൻ സ്ട്രിപ്പ് എത്രയാണ്, ഈ ഗ്രീൻ സ്ട്രിപ്പ് എത്ര ഡിസ്റ്റൻസ് ആവും, വൈ ഡിസ്റ്റൻസ് സെൻട്രോഡിൽ നിന്ന് മാറിയാണെങ്കിൽ എത്രയാ, അവിടെ നമുക്ക് എന്താണെന്ന് പറയാം, ഈ ഗ്രീൻ സ്ട്രിപ്പ് വൈ ഡിസ്റ്റൻസ് മാറിയാണ് ഇരിക്കുന്നതുകൊണ്ട് അവിടെ ആ ചെറിയ സ്ട്രിപ്പിൻ്റെ ഏരിയ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അവിടെ അപ്പം നമുക്ക് എന്താ ഈ ഡെൽറ്റ ഇൻറ്റു വൈ സ്ക്വയർ എന്ന് പറയാം. ഈ സിഗ്മ ഇൻറ്റു ഡെൽറ്റ എ ചെയ്യുന്ന കഴിയുമ്പോഴേക്കും നമുക്ക് ഹോൾ സെക്ഷൻ്റെയാണ് കിട്ടുന്നത്. ആ ഹോൾ സെക്ഷൻ്റെ അപ്പം ഇതുവഴിയാണ് പാസ് ചെയ്തത്, സെൻട്രോഡിൽ കൂടെ പാസ് ചെയ്യുന്നത്. അപ്പോൾ ഹോൾ സെക്ഷൻ അപ്പോൾ സെൻട്രോഡിൽ കൂടെ പാസ് ചെയ്യുമ്പോഴേക്കാണ് ആ വൈ എന്ന് പറയുന്ന സെക്ഷൻ എന്തായി 0 ആയി പോകും. അപ്പോൾ ഈ ടേം നമുക്ക് 0 ആയിട്ട് അങ്ങ് പോകും. അപ്പോൾ എ എച്ച് സ്ക്വയർ പ്ലസ് ഐ ജി എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പറയാം, പാരലാക്സിസ് തിയറം പെർപെൻഡിക്കുലർ തിയറം നമുക്ക് ഒന്നുകൂടെ പറയാം. Perpendicular axis theorem, IHS and IY are the moment of inertia of an area about mutually perpendicular axis XS and YY in the plane of area. അതായത് IHS എന്ന് പറഞ്ഞാൽ moment of inertia of area with respect to x axis ഉം IYV എന്ന് പറയുന്ന moment of inertia of an area with respect to YY axis ആണ്. അങ്ങനെയാണ് moment of inertia of the area about ZS axis which is perpendicular to x axis and XS axis and YY axis and passing through the point of intersection of XS and YY as it is given by. ഇപ്പോൾ ZS is IZS എന്ന് പറയുന്നത് IHS പ്ലസ് IYV ആയിരിക്കും. അതിന് Z ആക്സിസ് എങ്ങനെ ആയിരിക്കും, എക്സ് ആക്സിസിനും വൈ ആക്സിസിനും പെർപെൻഡിക്കുലറും ആയിരിക്കും. ഇതിന് രണ്ടിനും പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിൽ പോയിന്റ് ചെയ്യുന്നതാണ്. അപ്പോൾ പാരലാക്സിസോ മറ്റേതാണെങ്കിൽ ട്രാൻസ്ഫർ തിയറമാണ്. അതായത് ഐ എ ബി എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു എ ബി എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യ വിത്ത് റെസ്പെക്ട് ടു സെൻട്രോയിഡ് പ്ലസ് ഏരിയ ഇൻറ്റു എച്ച് സ്ക്വയർ ആയിരിക്കും. ഒരു പ്രോബ്ലത്തിൽ ആപ്ലിക്കേഷൻ ആണ് നമ്മൾക്ക് പറയുന്നത്. ഇപ്പം ഐ എക്സ് ടു ഇന്റഗ്രൽ വൈ സ്ക്വയർ ഡി എ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. വൈ സ്ക്വയർ ഡി ഐ എക്സ് എന്ന് പറയുന്ന എക്സ് ആക്സിസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയാ, വൈ ഡിസ്റ്റൻസ് മാറിയാന്ന് പറഞ്ഞു. അപ്പം ഐ എക്സ് ഇസ് ടു ഇന്റഗ്രൽ വൈ സ്ക്വയർ ഡി എ. അപ്പോൾ ഈ ബോഡി നോക്കിക്കേ. അപ്പം ഈ റെക്ടാങ്കുലർ സെക്ഷൻ നമ്മൾ നോക്കുമ്പോൾ തിൻ സ്ട്രിപ്പിൽ ഡി വൈ എന്ന് പറയുന്നത് തിൻ സ്ട്രിപ്പ് നമ്മൾ എടുക്കുക. അപ്പം ഈ നമ്മൾ വിത്ത് റെസ്പെക്ട് റെഫറൻസ് ആക്സിസ് നടുക്കൂടെ പോകുന്നതാണ് റെഫറൻസ് ആക്സിസ് എക്സ് ആക്സിസ്. അപ്പം മുകളിലോട്ട് ഡി ബൈ ടു താഴോട്ട് ഡി ബൈ ടു വരും. അപ്പോൾ നമ്മൾ ലിമിറ്റ് മൈനസ് ഡി ബൈ ടു ഡി ബൈ ടു എടുക്കുക. പിന്നെ ഡി എന്ന് പറയുന്നത് എന്താ, ഈ ചെറിയ സെക്ഷൻ്റെ ഡി വൈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹൈറ്റ് ഡി വൈ അല്ലേ, ചെറിയ സെക്ഷൻ്റെ ബ്രെഡ്ത്ത് ബി തന്നെയല്ലേ. അപ്പം ബി ഡി വൈ ഇൻറ്റു വൈ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിയും. ബി പുറത്തെടുത്തിട്ട് ഇൻ്റഗ്രൽ മൈനസ് ഡി ബൈ ടു ഡി ബൈ ടു വൈ സ്ക്വയർ ഡി വൈ. ആ വൈ സ്ക്വയറിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈ ക്യൂ ബൈ 3 ആകും. ആ ലിമിറ്റിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ബി ഡി ക്യൂ ബൈ 2 കിട്ടും. അതായത് വിത്ത് റെസ്പെക്ട് ടു സെൻട്രോഡ് ആണ് നമുക്ക് കിട്ടുന്നത്. ഈ റെക്ടാങ്കുലർ സെക്ഷൻ്റെ വിത്ത് റെസ്പെക്ട് ടു സെൻട്രോഡ് ആണ് കിട്ടുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ഐ വൈ ബൈ നമുക്ക് എന്ത് കിട്ടും, ഡി ബി ക്യൂ ബൈ 12 കിട്ടും. അപ്പം ഈ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എബൌട്ട് വിത്ത് സെൻട്രോഡ് നമുക്ക് ചില സ്ട്രക്ചറിന് നമ്മൾ കാണാൻ പഠിച്ചു വെക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് മറ്റേ പാരലാക്സിസ് തിയറം വെച്ച് വേറെ ആക്സിസിലോട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് മൊമെന്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് ദാറ്റ് ആക്സിസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പം ഈ എക്സ് ആക്സിസ് കൂടെ പാസ് ചെയ്യുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്കിപ്പോൾ കിട്ടി ബി ഡി ക്യൂ ബൈ 12 എന്ന്. അല്ലെങ്കിൽ ഇവിടെ ഡി എന്ന് ഉദ്ദേശിച്ചത് ഇവിടെ എച്ച് തന്നെയാണ്, ഹൈറ്റ് തന്നെയാണ് കേട്ടോ. നമുക്ക് ബി എച്ച് ക്യൂ ബൈ 12 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. അങ്ങനെയാണ് ഈ മൊമെന്റ് ഓഫ് ഇനർഷ്യ വിത്ത് റെസ്പെക്ട് ടു ആൻ ആക്സിസ് പാരലൽ ടു സെൻട്രോയിഡ് ആക്സിസ് ആൻഡ് പാസിംഗ് ത്രൂ ദ ബേസ് ആണ് ഈ പറയുന്നത് കേട്ടോ. അതായത് ഈ വരെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, പാരലൽ ടു സെൻട്രോയിഡ്. ഇത് ഈ രണ്ട് ആക്സിസും പാരലുമാണ്, അതുപോലെ തന്നെ പാസിംഗ് ത്രൂ ഇറ്റ്സ് ബേസ് ആണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് ഐ എക്സ്, അതായത് ഇവിടുത്തെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് ഐ എക്സ് സി, അതായത് സെൻട്രോയിഡിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ പ്ലസ് ഏരിയ ഇൻറ്റു ഹോൾ ഏരിയ ആണ്, ഹോൾ ഏരിയ ഇൻറ്റു ഡി സ്ക്വയർ. അതായത് എത്ര ഡിസ്റ്റൻസ് ആണ് ഇവിടെ ഡി എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ, എത്ര ഡിസ്റ്റൻസ് മാറി. അതായത് ഈ സ്ട്രിപ്പും ഈ സെൻട്രോയിഡും ഈ പാരലാക്സിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയാണ് നമ്മൾ നോക്കുന്നത്. ഐ എച്ച് സി എത്രയാ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, ബി ഡി ക്യൂ ബൈ 12 ആണ്. ഏരിയ ഓഫ് ദി സെക്ഷൻ എത്ര, റെക്ടാങ്കുലർ സെക്ഷൻ്റെ ഏരിയ ബി എച്ച്.
പിന്നെ ഇവിടെ ഡിസ്റ്റൻസ് ടോട്ടൽ ഹൈറ്റ് h ആണെങ്കിൽ ഇത്ര ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഈ രണ്ട് ആക്സിസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് h/2 ആയിരിക്കും. അപ്പോൾ h/2 ഹോൾ സ്ക്വയർ ചെയ്യും. അപ്പം h/2 ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ BH ഇൻറ്റു h/2 ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ BHQ/4 വരും. ഇത് രണ്ടും കൂടെ ആദ്യം ചെയ്യുമ്പോൾ BHQ/3 കിട്ടും. ഇങ്ങനെ പല പല സെക്ഷൻ്റെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത്ര സെക്ഷൻ്റെ ആണ് നമ്മളിപ്പം ഇത്ര സെക്ഷൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ സെൻട്രൽ ആക്സിസ് അതിൽ മാക്സിമം പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. അതാകുമ്പോൾ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു x ആൻഡ് y നമുക്ക് ഇക്വേഷൻ ഇട്ട് കൊടുത്ത് കണ്ടുപിടിക്കാൻ പറ്റും. താങ്ക് യു.